സംസ്കൃത പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ സംസ്കൃത പഠനം തുടങ്ങുന്നതിന് മുൻപായി ഞാനൊരു പ്രാർത്ഥന ചൊല്ലുകയാണ്. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹരി ഓം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർണ്ണമാല പഠിച്ചു തുടങ്ങിയിരുന്നു. അതിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു. ഇന്ന് അതിൽ തന്നെ തുടർച്ചയായിട്ട് ഉള്ള സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങി നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ വർണ്ണമാല തുടരുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാളത്തിൽ കൂട്ടക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയുന്നതാണ് സംസ്കൃതത്തിൽ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പോൾ ഇത് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് അതിന് ചില അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതുമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോഴാണ് നമുക്കൊരു സംയുക്ത വ്യഞ്ജനാക്ഷരം ലഭിക്കുന്നത്. അത് എഴുതുന്നതിന് ചില രീതികളുണ്ട്. അത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് രണ്ട് വ്യഞ്ജനാക്ഷരം ചേരുമ്പോൾ എങ്ങനെയാണ് ഒരു സംയുക്ത വ്യഞ്ജനാക്ഷരം ഉണ്ടാവുന്നതെന്നുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എഴുതുന്നതിന് ചില പ്രത്യേക രീതികളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞ് നമ്മൾ പുതിയ വ്യഞ്ജനാക്ഷരം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വ്യഞ്ജനാക്ഷരത്തിൻ്റെ പകുതി അഥവാ അതിൻ്റെ അർദ്ധാക്ഷരവും രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരത്തിൻ്റെ പൂർണ്ണരൂപവും നമ്മൾ എഴുതും. അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ആ സംയുക്ത വ്യഞ്ജനാക്ഷരം ലഭിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തേത് ക പ്ലസ് ത. അത് ക ത ഇത് രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ നമുക്ക് കിട്ടിയത് ഇത്ത. ഇപ്പം മലയാളത്തിൽ മുക്തി എന്നൊരു വാക്ക് എടുക്കുകയാണെങ്കിൽ ആ വാക്കിൽ വരുന്ന ആ ഇത്ത എന്ന് പറയുന്ന കൂട്ടക്ഷരം അതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം ഇതിൽ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ വ്യഞ്ജനാക്ഷരമായ കായുടെ അർദ്ധാക്ഷരമേ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളൂ. കായുടെ അർദ്ധാക്ഷരം അഥവാ പകുതിയും തായുടെ പൂർണ്ണ രൂപവും ഇവിടെ എഴുതിയിട്ടുണ്ട്. കായുടെ പകുതിയും തായുടെ പൂർണ്ണ രൂപവും. അപ്പൊ ഇക്ത. അതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഗ പ്ലസ് ന, ഗ്ന, അഗ്നി എന്ന് നമ്മൾ എഴുതുന്ന ആ വാക്കിലുള്ള കൂട്ടക്ഷരം ഗ്ന. അടുത്തത് ജ അധികം വാ, ജ്വ എന്ന കൂട്ടക്ഷരം. ഇത് വായിക്കുന്നത് ജ്വ. ഗ പ്ലസ് യ, ഗ്യ, ഭാഗ്യം എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിലുള്ള ഗ്യ. ശ അധികം ഠ, ഷ്ട, അഷ്ട എന്നൊക്കെ പറയുന്ന അതിലുള്ള ആ കൂട്ടക്ഷരമാണ് ഷ്ട. ക അധികം ല, ക്ല. അപ്പൊ ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൂട്ടക്ഷരം അഥവാ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പം ഈ പുതിയ സംയുക്ത വ്യഞ്ജനാക്ഷരം ഉണ്ടാവുന്നതിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചരിക്കുന്നതിലും നമ്മൾ എഴുതിയ രീതിയിൽ തന്നെയാണ് ഉച്ചരിക്കുന്നത്. ആദ്യത്തെ വ്യഞ്ജനാക്ഷരത്തിന്റെ അർദ്ധാക്ഷരം ആണ് നമ്മൾ എഴുതിയെങ്കിൽ അതിന്റെ പകുതിയെ നമ്മൾ അവിടെ ഉച്ചരിക്കുകയുള്ളൂ.
രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരത്തിന്റെ മുഴുവൻ എഴുതുമ്പോൾ അതിന്റെ മുഴുവനും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം ഇത്ത എടുക്കുവാണെങ്കിൽ ആ കാ നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ ഉച്ചരിച്ചില്ല. കായുടെ പകുതി ഉച്ചാരണവും തായുടെ മുഴുവൻ പൂർണ്ണ ഉച്ചാരണ രൂപവും അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തതില് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്ന് നമുക്ക് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഇവിടെ 3 വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാവുന്ന സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. ഇപ്പൊ 3 എണ്ണം ചേരുമ്പോൾ ആദ്യത്തെ 2 അക്ഷരത്തിന്റെ അർത്ഥാക്ഷരമേ എഴുതുള്ളൂ. ആദ്യത്തെ 2 എണ്ണം അർത്ഥാക്ഷരമായും മൂന്നാമത് അവസാനത്തെ അക്ഷരം പൂർണ്ണ രൂപത്തിലും എഴുതും. ഇപ്പൊ ഉദാഹരണം നമുക്ക് ഇവിടെ നോക്കാം. ക പ്ലസ് ത പ്ലസ് വ, അത് ത്വ. ത്വ എന്ന കൂട്ടക്ഷരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇത് കായുടെയും തായുടെയും നമ്മൾ അർത്ഥാക്ഷരമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. കായുടെയും തായുടെയും അർത്ഥാക്ഷരവും വായുടെ പൂർണ്ണ രൂപമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ അതിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അത് ഉച്ചരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ക അധികം ഥ ത പ്ലസ് വ ത്വ. അടുത്തത് ന പ്ലസ് ഥ പ്ലസ് യ ന്ധ്യ. സന്ധ്യ എന്ന് പറയുന്ന വാക്കില് വരുന്ന ഇപ്പൊ മലയാളത്തിലും സംസ്കൃതത്തിലും സന്ധ്യ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ വാക്ക് നമ്മൾ ആ വാക്കിൽ വരുന്ന ആ ഒരു വ്യഞ്ജനാക്ഷരം സംയുക്ത വ്യഞ്ജനാക്ഷരമാണ് ഇത്. ന്ധ്യ. നായുടെയും ഥായുടെയും അർദ്ധാക്ഷരവും യായുടെ പൂർണ്ണ രൂപവും വന്നിട്ടുണ്ട്. അടുത്ത ഉദാഹരണം ത പ്ലസ് സ പ്ലസ് യ സ്യ. മത്സ്യം എന്നുള്ളതിന്റെ അതിലുള്ളതാണ്. തായുടെയും സായുടെയും അർദ്ധാക്ഷരവും യായുടെ പൂർണ്ണ രൂപവും ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് സ പ്ലസ് ത പ്ലസ് ര സ്ത്ര. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രായുടെ നമ്മളിവിടെ ഇവിടെ കാണുന്നില്ല. ആ രായുടെ ഒരു ചിഹ്നമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഈ രാ വരുമ്പോ ഉള്ള ഈ കൂട്ടക്ഷരങ്ങളിൽ ചേർന്ന് വരുന്ന ചില നിയമങ്ങൾ അതിനുണ്ട്. അത് നമ്മൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് പഠിക്കും. ഇപ്പൊ ഞാനിത് ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ ഇത് രാ ചേരുമ്പോ ഉള്ള എന്താണ് അതിന്റെ രീതി എന്നുള്ളത് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയും. അപ്പൊ ഇത്രയുമാണ് മൂന്ന് വ്യഞ്ജനാക്ഷരം ചേരുമ്പോൾ ഉണ്ടാവുന്ന സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉദാഹരണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. അതിൽ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതില് ആ വ്യഞ്ജനാക്ഷരങ്ങളെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. 3 വിധത്തിലാക്കി നമുക്ക് തരംതിരിക്കാം. അതിലെന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ, അതായത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ 34 എണ്ണം ഉണ്ട് ടോട്ടൽ. അപ്പൊ അതിൽ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കുന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഋജുരേഖയിൽ അവസാനിക്കുന്നവ. അങ്ങനെയുള്ള 22 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഈ ഋജുരേഖ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരും. ഇപ്പൊ ഋജുരേഖയിൽ അവസാനിക്കുന്നവ 22 അക്ഷരങ്ങളുണ്ട്. രണ്ടാമതായിട്ട് ഋജുരേഖ മധ്യത്തിൽ വരുന്നവ 2 അക്ഷരങ്ങളുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഋജുരേഖ ഇല്ലാതെ വളഞ്ഞ വടിവുള്ളവ. അങ്ങനെയുള്ള 10 അക്ഷരങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പം ടോട്ടൽ 34-ൽ 22 എണ്ണം ഋജുരേഖയിൽ അവസാനിക്കുന്നവ, 2 അക്ഷരങ്ങൾ ഋജുരേഖ മധ്യത്തിൽ വരുന്നവ, 10 അക്ഷരങ്ങൾ ഋജുരേഖ ഇല്ലാതെ വളഞ്ഞ വടിവുള്ളവ. ഇനി ഇവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത സ്ക്രീനിൽ കാണുന്നത്. ഇപ്പൊ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത് ഇതിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ 3 വിധമായി തിരിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ വിധമാണ്. അതായത് ഋജുരേഖ
ഋജുരേഖയിൽ അവസാനിക്കുന്ന അക്ഷരങ്ങൾ. ഇപ്പൊ ഋജുരേഖ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഋജുരേഖ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ടി പോലെ നമ്മൾ വരച്ചിട്ട് താഴെ ഒരു വരയിടും. ഈ താഴത്തെ വരയ്ക്ക് വലിയ പ്രസക്തി ഇല്ല. നമ്മൾ താഴെ ഇട്ടിടുന്ന ഈ വരയ്ക്ക് പ്രസക്തി ഇല്ല. അതില്ലാതെയും നമുക്ക് എഴുതാം. ഇപ്പൊ ഇതാണ് ഋജുരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഋജുരേഖയിൽ അവസാനിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ 22 എണ്ണം ഉണ്ട്. 22 എണ്ണം. അതാണ് ഇവിടെ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ വായിക്കാം. ഖ, ഗ, ഖ, ച, ജ, ഛ, ഞ, ണ, ത, ഥ, ധ, ന, പ, ബ, ഭ, മ, യ, ല, വ, ശ, ഷ, സ. ഇത്രയും അക്ഷരങ്ങൾ 22 അക്ഷരങ്ങളാണ് നമുക്ക് ഋജുരേഖയിൽ അവസാനിക്കുന്ന അക്ഷരങ്ങൾ. ഇതിലിപ്പോ നമ്മൾ ഈ എല്ലാ അക്ഷരങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാം ഇതിന്റെ എല്ലാം അവസാനമാണ് ഋജുരേഖ വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഖ എടുക്കുക, ആദ്യത്തെ അക്ഷരം ഞാൻ എടുക്കുകയാണെങ്കിൽ ഖയുടെ ഈ ഋജുരേഖ എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാനമാണ് വന്നിരിക്കുന്നത്. ഋജുരേഖയിൽ അവസാനിക്കുന്ന അക്ഷരമാണിത്. ഗ എടുത്താലും അങ്ങനെ തന്നെ. ഋജുരേഖ ഈ ഭാഗമാണ്, ഈ വര ടി പോലെ വന്നിട്ട് ഈ താഴെ ഒരു കുഞ്ഞുവരയില്ല. ഈ താഴത്തെ കുഞ്ഞുവര ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് ഈ ഋജുരേഖയിൽ അവസാനിക്കുന്ന 22 അക്ഷരങ്ങൾ. ഇനി അടുത്തത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടാമത്തെ വിഭാഗമാണ്. വ്യഞ്ജനാക്ഷരങ്ങളിലെ രണ്ടാമത്തെ വിഭാഗമായ ഋജുരേഖ മധ്യത്തിൽ വരുന്നവ. ഋജുരേഖ മധ്യത്തിൽ വരുന്നവ. അങ്ങനെയുള്ള 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും ഇതില് ഋജുരേഖ മധ്യത്തിലാണ് വന്നിരിക്കുന്നത്. കായും ഫായും ഈ 2 അക്ഷരങ്ങളാണ് ആ വിഭാഗത്തിൽ പെടുന്നത്. കായുടെ ഈ വളവ്, 2 സൈഡിലെ വളവ് പോയി കഴിഞ്ഞാൽ ഈ ഋജുരേഖ മധ്യത്തിൽ കിടക്കുകയാണ്. ഫായിലാണെങ്കിലും ഈ വളഞ്ഞ ഭാഗങ്ങൾ പോയിട്ട് ഈ ഋജുരേഖ മധ്യത്തിൽ വന്നിരിക്കുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വളഞ്ഞ വടിവുള്ള അക്ഷരങ്ങൾ. വളഞ്ഞ വടിവുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇവയ്ക്ക് നമുക്ക് പറയാവുന്നത് ഋജുരേഖ പൂർണ്ണമായിട്ടും ഇല്ലാത്തവ. പൂർണ്ണമായിട്ട് ഋജുരേഖ ഇല്ലാത്ത അക്ഷരങ്ങളാണ്. ഇവയൊക്കെ വളഞ്ഞ അക്ഷരങ്ങളാണ്. ഇതിലെ എല്ലാ അക്ഷരങ്ങളും പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും ഇതെല്ലാം വളവുള്ള അക്ഷരങ്ങളാണ്. ഇതില് ഋജുരേഖ പൂർണ്ണമായിട്ടും ഇല്ലാത്തവയാണ്. അങ്ങനെയുള്ള 10 അക്ഷരങ്ങളാണ് സംസ്കൃതത്തിലുള്ളത്. 10 വ്യഞ്ജനാക്ഷരങ്ങൾ വായിക്കാം. ങ, ഛ, ട, ഠ, ഡ, ധ, ദ, ര, ഹ, ള. ഈ 10 അക്ഷരങ്ങളാണ് വളഞ്ഞ വടിവുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ അഥവാ ഋജുരേഖ പൂർണ്ണമായിട്ടും ഇല്ലാത്ത വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ ഇത്രയുമാണ്, ഈ 3 നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളുടെ 3 വിഭാഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തതില് നമ്മള് ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ നമ്മള് മൂന്നായിട്ട് തരംതിരിച്ചു വ്യഞ്ജനാക്ഷരങ്ങൾ. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ പെട്ടതെന്ന് പറഞ്ഞാല് ഋജുരേഖയിൽ അവസാനിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ ആ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് സംയുക്ത വ്യഞ്ജനാക്ഷരം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ന് പഠനം ആരംഭിച്ചപ്പോൾ പറഞ്ഞ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പൊ അതില് ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട ഋജുരേഖയിൽ അവസാനിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നും എങ്ങനെയാണ് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ ഉദാഹരണങ്ങളും അത് അടങ്ങിയിട്ടുള്ള ഒരു സംസ്കൃത വാക്കും അതിന്റെ മലയാളം അർത്ഥവും സമാനമായിട്ടുള്ള മലയാളം അർത്ഥവുമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് വായിക്കാം, ഓരോന്നായിട്ട് വായിക്കാം. ഖ പ്ലസ് യ, ഖ്യ. ഇത് അടങ്ങിയിരിക്കുന്ന ഒരു സംസ്കൃത വാക്കാണിത്. ഖ്യാതിഹി, ഖ്യാതിഹി ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതിന്റെ മലയാള അർത്ഥം കീർത്തി. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിന്റെ മലയാളം അർത്ഥം എഴുതിയെന്നേ ഉള്ളൂ. അടുത്തതായി ഗ പ്ലസ് യ, ഗ്യ. ഭാഗ്യം സംസ്കൃത വാക്കാണ്. മലയാളത്തിൽ നമ്മൾ ഭാഗ്യം എന്ന് തന്നെയാണ് പറയുന്നത്. സംസ്കൃതത്തിൽ അതേ വേർഡ് തന്നെ നമ്മൾ ദേവനാഗരി ലിപിയിൽ എഴുതിയിരിക്കുകയാണ്, ഭാഗ്യം. അടുത്തത് ച പ്ലസ് ഛ, ഇച്ഛ. ഇച്ഛ എന്ന വാക്കാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇച്ഛ, അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ആശ അഥവാ ആഗ്രഹം എന്നൊക്കെ പറയാം.
ജ പ്ലസ് വ, ജ്വ, ജ്വലതി. ജ്വലതി എന്ന സംസ്കൃത വാക്ക്, അതിനർത്ഥം ജ്വലിക്കുന്നു അല്ലാതെ പ്രകാശിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. അടുത്തത് ഞ, ഞ പ്ലസ് ജ, ഇഞ്ച, അഞ്ജലിഹി. ഇതിന്റെ അർത്ഥം കൂപ്പുകൈ, നമ്മൾ തൊഴുന്നു, അതിനാണ് അഞ്ജലിഹി. അത് സംസ്കൃത വാക്കും, അതിന്റെ അർത്ഥം കൂപ്പുകൈ. അടുത്തത് ന പ്ലസ് ത, ഇന്ത, ഇന്ത, സന്തതം. സംസ്കൃത വേർഡ് സന്തതം, അതില് ഈ ഇന്ത അടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എപ്പോഴും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത്രയും ഉദാഹരണങ്ങൾ ആദ്യത്തെ വിഭാഗത്തിൽ ഋജുരേഖയിൽ അവസാനിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് കൂട്ടക്ഷരം ഉണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇതിൽ കണ്ടത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വിഭാഗം, അതായത് ഋജുരേഖ മധ്യത്തിൽ വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞു. അതിൽ കായും ഫായും നമ്മൾ പറഞ്ഞു. ആ 2 അക്ഷരങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിലിപ്പോ ഞാൻ കാ വെച്ചിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാ വെച്ചിട്ട് നമ്മൾ ഇത് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ അഥവാ കൂട്ടക്ഷരം ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? ക പ്ലസ് ക, അത് 2 കാ ചേരും. നമ്മൾ മലയാളത്തില് കായും കായും കൂടെ ചേരുമ്പോൾ ഇക്ക ഉണ്ടാവും. അതുപോലെ തന്നെ സംസ്കൃതത്തില് കായും 2 കാ ചേർന്ന് ആദ്യത്തെ കാ ക പ്ലസ് കാ. ആദ്യത്തെ കായുടെ അർദ്ധാക്ഷരമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, രണ്ടാമത്തത് പൂർണ്ണമായിട്ടും എഴുതി. അപ്പൊ ഇക്ക, അത് അടങ്ങിയിട്ടുള്ള ഒരു വാക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അക്ക. സംസ്കൃത വേർഡ് അക്ക, അതിന്റെ അർത്ഥം അമ്മ. അമ്മ എന്ന അർത്ഥം വരുന്ന സംസ്കൃതത്തില് വേറെയും പദങ്ങളുണ്ട്, ജനനി, അമ്പ, ഇതെല്ലാം അതേപോലെ അക്ക എന്നുള്ളത് അമ്മ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉള്ളതിന്റെ ഉദാഹരണം. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു വളഞ്ഞ വടിവുള്ള അല്ലെങ്കിൽ ഋജുരേഖ പൂർണ്ണമായിട്ടും ഇല്ലാത്ത അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, 10 എണ്ണം. അതിൽ ഒരെണ്ണം എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അതില് എങ്ങനെയാണ് കൂട്ടക്ഷരം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതില് നമ്മള് ങ്ങായാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, ങ പ്ലസ് ക. അപ്പൊ ഇതില് നമ്മൾ എഴുതുന്നതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരത്തില് നമ്മൾ വളഞ്ഞ വടിവുള്ള അക്ഷരങ്ങളാവുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് അങ്ങ് എഴുതുകയുള്ളൂ. അതിന്റെ പൂർണ്ണ രൂപവും നമ്മൾ എഴുതും, പൂർണ്ണ രൂപവും അടുത്ത അക്ഷരവും ചേർത്ത് അങ്ങ് എഴുതും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഇത് എഴുതാൻ പറ്റുന്നത്, ഈ ആദ്യത്തെ അക്ഷരത്തിന്റെ പൂർണ്ണ രൂപം എഴുതിയിട്ട് അതിന്റെ താഴെ ആയിട്ട് ഈ രണ്ടാമത്തെ അക്ഷരം എഴുതി ചേർക്കാം. അപ്പൊ ഇങ്ക, ഇത് ഈ അക്ഷരം ഇപ്പൊ ങ പ്ലസ് ക ചേരുമ്പോ ഇങ്ക ആണ് നമുക്ക് കിട്ടുന്നത്. 2 രീതിയിൽ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ രീതിയാണ് ഇത്, അതായത് ആ ങന്റെ കൂടെ ചേർത്ത് അടുത്തായിട്ട് എഴുതിയിട്ടുണ്ട്, ങന്റെ അടിയിലായിട്ടും ക എഴുതിയിട്ടുണ്ട്. 2 രീതിയിലും ഈ കൂട്ടക്ഷരം എഴുതാം. അത് അടങ്ങിയിട്ടുള്ള ഒരു വാക്കാണ് അങ്കഃ. അതിന്റെ അർത്ഥം അംഗം, അംഗം എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇപ്പോ നിങ്ങൾ അടുത്ത സ്ക്രീനിൽ കാണുന്നത് അക്ഷരങ്ങൾ, സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, 2 വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന അക്ഷരം ഒരു പുതിയ രൂപം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ആദ്യത്തെ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ദ അധികം യാ, ദ്യ, ദ്യ. അപ്പൊ ദായും യായും നമ്മൾ ചേർക്കുമ്പോ പുതിയതായിട്ട് കിട്ടിയ ദ്യ, അതായത് വിദ്യ എന്നുള്ള വാക്കിൽ വരുന്ന കൂട്ടക്ഷരം, അത് അതിന്റെ രൂപം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ അധികം യാ, ദ്യ. ഈ രൂപം ഈ ദായും യായുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാതെ ഒരു പുതിയ രൂപം അതിന് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന അക്ഷരങ്ങൾ. അപ്പൊ അടുത്തത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക പ്ലസ് ഷ, ഇക്ഷ. ഇതും അതുപോലെ കായും ഷായും ചേരുന്നുണ്ടെങ്കിലും കായുടെയും ഷായുടെയും രൂപമില്ലാതെ ഒരു പുതിയ രൂപം പ്രാപിച്ചിരിക്കുകയാണ്, ഇക്ഷ. പരീക്ഷ എന്ന വാക്കില് വരുന്ന ഇക്ഷ. അടുത്തത് ജ പ്ലസ് ഞ, ജ്ഞാനം എന്നുള്ള വാക്കിൽ വരുന്നു. പക്ഷെ ഇത് ഇപ്പൊ നമുക്കൊരു ചെറിയ സാമ്യം ജായുമായിട്ട് തോന്നാം. ജായില് സൈഡിലായിട്ട് ഒരു ചുഴി ഇങ്ങനെ നീട്ടി ഇട്ട് കഴിഞ്ഞാൽ ഞ ആയി. അടുത്തത് ഹ അധികം ഹ്മ, ബ്രഹ്മ എന്ന് പറയുന്ന വാക്കിലുള്ളത് ഹ്മ.
അടുത്തത് ദ അധികം വ, ദ്വ. ഇതും ഒരു പുതിയ രൂപമാണ്. നമുക്ക് ഇത് എഴുതുന്നത് ദായുടെ അടിയിൽ ഈ വായുടെ ഈ വട്ടം മാത്രം ഇതിൻ്റെ കൂടെ ചേർത്തങ്ങ് എഴുതും. ദ്വ, ദ്വാരക എന്ന് പറയുന്ന വാക്കിലൊക്കെ വരുന്ന അക്ഷരമാണ്. അപ്പൊ ഈ ഇത്രയും അക്ഷരങ്ങൾ ഉദാഹരണം കാണിച്ചിരിക്കുന്നത് നമ്മൾ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ വരുന്ന അക്ഷരം പുതിയ രൂപത്തിൽ വരുന്ന, പുതിയ രൂപം പ്രാപിച്ചു വരുന്ന അക്ഷരങ്ങളുടെ ഉദാഹരണമാണ്. ദ്യ, ക്ഷ, ജ്ഞ, മ, ദ്വ. ഇതിലധികവും ഉണ്ട്. ഇത്രയും ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ, സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉദാഹരണം. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വരുന്ന, സംസ്കൃത വാക്കുകളിൽ ഉപയോഗിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ, സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ക്യ, ഇജ്ജ, ക്വ, ഇക്ഷ, ച്യ, ജ്ഞ, ഇഞ്ച, ഇട്ട, ഇച്ഛ, ഇണ്ട, ത്യ, ത്വ, ത്ന, സ, ഇദ്ദ, ന്വ, ന്യ, ഇന്ത, ഇന്ത, ഇന്ന, ഹ്മ, ശ്ന, ഷ്ട, മ, ഇണ്മ, ത്വ, ഇന്ത്യ, ഇത്സ്യ. അവസാനത്തെ വരിയിൽ ഉള്ള 3 എണ്ണം 3 വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോൾ കിട്ടുന്ന സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങളും ബാക്കിയുള്ളവ 2 എണ്ണം ചേരുമ്പോൾ ഉള്ളത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിൽ വരുന്നത്. ഇന്നത്തെ പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഹരി ഓം. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ഇന്നത്തെ വീഡിയോ, ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഹിന്ദി അടിസ്ഥാനമില്ലാത്ത ആൾക്കാർ ഇത് പഠിക്കുമ്പോൾ എഴുതി തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി മാറും. ദേവനാഗരി ലിപി എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.